നമ്മുടെ അറിവിൽ ഹെഡ്ഗേവാർ ആരാണ്? ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാൻ പിൽക്കാലത്ത് ഗാന്ധിയെ കൊല്ലുവാൻ പര്യാപ്തമായ രീതിയിൽ ഈ രാജ്യത്ത് വിഷലിപ്തമാക്കിയ വിദ്വേഷത്തിൻ്റെയും വിഭജനത്തിൻ്റെയും രാഷ്ട്രീയം മുന്നോട്ട് വെച്ച RSS എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം കൊടുത്ത ആളുടെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിന് കൊടുക്കുന്നത് വഴി എന്ത് സന്ദേശമാണ് നൽകുന്നത്? മാത്രമല്ല, ഒരു CSR ഫണ്ട് എടുത്ത് നമ്മുടെ എല്ലാവരുടെയും പൊതുവായ ഭൂമിയായ മുനിസിപ്പാലിറ്റിയുടെ ലാൻഡിൽ ഒരു RSS നേതാവിൻ്റെ പേര് കൊടുക്കുവാൻ എന്ത് പ്രസക്തിയാണ് അയാൾക്കുള്ളത് ഈ രാജ്യത്തിൻ്റെ പൊതു ഇടത്തിൽ? ഇവർക്ക് അത്തരത്തിലൊരു പേര് കൊടുക്കാനാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് കൊടുക്കാൻ കഴിയില്ല. എന്താണ് കാരണം? ഒറ്റ RSSകാരൻ പോലും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിലില്ല. അപ്പോൾ ഇവർക്കില്ലാത്ത ക്ഷാമം, കൊള്ളാവുന്ന ഒരുത്തൻ്റെ പേര് പോലും കൊടുക്കാൻ ഒരു പേരില്ലാത്തതിൻ്റെ ക്ഷാമം ഇതുപോലെയുള്ള രാജ്യത്തെ വിഭജിച്ച് ആരുടെയെങ്കിലും പേര് കൊടുത്തിട്ടല്ല RSS തീർക്കേണ്ടത് എന്ന് തന്നെയാണ് കൃത്യമായി സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇതിനെതിരെ പ്രതിരോധിക്കുമെന്നല്ല, ഈ സംരംഭത്തെ പ്രതിരോധിക്കുമെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഇങ്ങനൊരു സ്ഥാപനം, ഹെഡ്ഗേവാറിൻ്റെ പേരിൽ ഇങ്ങനൊരു സ്ഥാപനം പാലക്കാട് ഉയരില്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന തരത്തിലുള്ള പ്രതിരോധങ്ങളല്ല പ്രതിഷേധങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും. നടത്തില്ല. കാരണം ഇത് ആരുടെ തീരുമാനമാണ്? ഇപ്പോൾ മുനിസിപ്പൽ കൗൺസിലർമാർ ഇവിടെ നിൽപ്പുണ്ട്. ഇത്തരത്തിലൊരു സ്ഥാപനത്തിന് പേര് കൊടുക്കുമ്പോൾ മുനിസിപ്പൽ കൗൺസിലിൽ ആ തീരുമാനം വെച്ചിട്ടുണ്ടോ? ഇവിടെ കൗൺസിലർമാർ നിൽക്കുകയാണല്ലോ, നിങ്ങൾ ചോദിച്ചു നോക്കൂ. അപ്പോൾ മുനിസിപ്പൽ കൗൺസിൽ വെക്കാതെ, കാരണം അതായത് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം നമ്മൾ ഗാന്ധിജിയുടെ പേര് ഒരു സംരംഭത്തിന് ഇടുകയാണെങ്കിൽ നമ്മൾ രഹസ്യമായിട്ട് ഇടും. നെഹ്റുവിൻ്റെ പേര് ഒരു സംരംഭത്തിന് ഇടുകയാണെങ്കിൽ നമ്മൾ രഹസ്യമായിട്ട് ഇടും. ഇനി പോട്ടെ, EMSൻ്റെ പേര് ഒരു സംരംഭത്തിന് നമ്മൾ ഇടുകയാണെങ്കിൽ നമ്മൾ രഹസ്യമായിട്ടാണ് ഇടുന്നത്. ഇതെന്തോ പരസ്യമായി പറയാൻ കൊള്ളാത്തതാണെന്ന് ഇവർക്ക് തന്നെ ഒരു ബോധ്യമുണ്ട്. ഇവർക്ക് തന്നെ അങ്ങനെ ആത്മവിശ്വാസമുണ്ട്, അങ്ങനെ പരസ്യമായി പറയാൻ പാടില്ലാത്തതാണെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ രഹസ്യമായി ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത്. അതിനെ ഞങ്ങൾ പ്രതിരോധിക്കും. ഇത് RSSകാരൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പാരമ്പര്യ ഭൂമിയൊന്നുമല്ല. RSSകാരൻ്റെ പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന ഭൂമിയിൽ അവർക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തോട്ടെ, അത് നമ്മുടെ തർക്ക വിഷയമല്ല. അതെന്ത് കൊടുത്തോട്ടെ, അതിപ്പോൾ RSS നേതാക്കന്മാരുടെ പേരോ അതല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഏതെങ്കിലും വളർത്തുമൃഗങ്ങളുടെ പേരോ എന്ത് വേണമെങ്കിലും കൊടുത്തോട്ടെ, നമുക്ക് പരാതിയില്ല. പക്ഷേ ഒരു പൊതുവിടത്തിന്, നമ്മൾ കരം എടുത്ത് മുനിസിപ്പാലിറ്റി വാങ്ങിയ ഒരു പൊതുവിടത്തിന് ഒരു കാരണവശാലും ഇങ്ങനൊരു പേര് അനുവദിക്കില്ല. ശക്തമായ പ്രതിഷേധം. ഇന്ന് രാവിലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു, കൗൺസിലർമാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു, മറ്റു പാർട്ടിക്കാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ പ്രതിഷേധം തുടരാൻ പോവുകയാണ്. ഇപ്പോൾ 12 മണിക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് കോൺഗ്രസിൻ്റെ മാർച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ള സമരപരിപാടികൾ, തുടർച്ചയായ സമരപരിപാടികൾ പറഞ്ഞല്ലോ. ഇത് ഇതിനെതിരെ പ്രതിഷേധിക്കുകയല്ല, ഇത് വരാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആ തരത്തിലുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. രാഹുൽ, ഈ ഹെഡ്ഗേവാറിന്റെ ആശയമല്ലേ രാജ്യം ഭരിക്കുന്നത്? പ്രധാനമന്ത്രി ഉൾപ്പെടെ ആ ആശയമല്ലേ പിന്തുടരുന്നത്? ഇവിടെ രാജ്യം ഭരിക്കുന്ന അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ നിന്നുള്ള പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമല്ലേ? അപ്പോൾ അതിനെങ്ങനെയാണ് നൽകാൻ കഴിയില്ല എന്ന് പറയുന്നത്? രാജ്യം ഭരിക്കുന്ന പ്രത്യയശാസ്ത്രം ഈ രാജ്യത്തെ ഹിന്ദുക്കളും അല്ലാതെയുള്ള ആളുകളൊന്നും, ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾ, ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ, ഇവരൊക്കെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നതാണോ രാജ്യത്തിൻ്റെ പ്രത്യയശാസ്ത്രം?